പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിൻ്റെ ധന്യമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ദൈവവചനവുമായി നിങ്ങളുടെ ഭവനത്തിൻ്റെ അകത്തളത്തിൽ നിങ്ങൾ ഒരുവനായി കടന്നു വരുവാൻ ദൈവം നൽകിയ ഭാഗ്യത്തിനായ അവസരത്തിനായ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. കഴിഞ്ഞ എപ്പിസോഡുകളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹങ്ങൾ, വലിയ നന്മകൾ, വലിയ വിടുതലൊക്കെ പ്രാപിച്ചു എന്ന് അറിയുന്നതിൽ വലിയായ സന്തോഷമുണ്ട്. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ അനേക ദൈവമക്കൾ വിളിച്ച് ദൈവം അവർക്ക് ചെയ്ത നന്മകൾ, വിടുതലുകൾ, അനുഗ്രഹങ്ങളെക്കുറിച്ചൊക്കെ ഞങ്ങളെ അറിയിക്കാനിടയായി തീർന്നു. അതിൽ ഞങ്ങൾ വളരെ സന്തോഷിക്കുന്നു. തുടർന്നും നിങ്ങൾ ഈ എപ്പിസോഡുകളിൽ ഞങ്ങളോടൊപ്പം പ്രാർത്ഥനയിൽ, ആരാധനയിലായിരിക്കുമ്പോൾ ദൈവം വലിയ അത്ഭുത പ്രവൃത്തികൾ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുവാനിടയായിത്തീരും എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികളൊന്നും ദൈവമക്കളെ നമ്മെ തകർക്കുവാനല്ല, നമ്മുടെ ജീവിതത്തിൽ വരുന്ന പ്രതികൂലങ്ങളൊന്നും നമ്മെ ഇല്ലായ്മ വരുത്തുവാനല്ല. അതൊക്കെയും ദൈവം ചില നന്മകൾ, ദൈവത്തിൻ്റെ ചില പ്രവൃത്തികൾ നമ്മെ അറിയിക്കുവാനാണ്, നമ്മെ വെളിപ്പെടുത്തുവാനാണ് എന്നുള്ളത് നാം ഒരിക്കലും വിസ്മരിച്ചു പോകരുത്. ദൈവത്തിന് സ്തോത്രം. അനേക കാറ്റുകളെക്കുറിച്ച് തിരുവചനം പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും. യോബിൻ്റെ ജീവിതത്തിലെ ചില കാറ്റുകൾ അവൻ്റെ ജീവിതത്തിൽ പ്രതികൂലമായി മാറിയെങ്കിൽ അതിനപ്പുറമായി ചില കാറ്റുകൾ അവൻ്റെ ജീവിതത്തിൽ അവന് നന്മയായി ഭവിച്ചു. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ദൈവം നമ്മുടെ ജീവിതത്തിൽ അയക്കുന്ന ചില പ്രലോഭനങ്ങൾ, ചില പ്രയാസങ്ങൾ, ചില പ്രതിസന്ധികൾ ഒരു ദൈവത്തിനെ സംബന്ധിച്ചോളം അതൊരിക്കലും തിന്മയ്ക്കല്ല, നന്മയ്ക്ക. ദൈവത്തിന് നമ്മെ അതിലൂടെ എന്തോ എന്ന് അറിയിക്കുവാനുണ്ട്. ചില കാര്യങ്ങൾ നമ്മെ പഠിപ്പിക്കുവാനുണ്ട്, ചില കാര്യങ്ങൾ നമ്മെ മനസ്സിലാക്കുവാനുണ്ട്. ദൈവത്തിന് സ്തോത്രം. മത്തായിയുടെ സുവിശേഷം അതിൻ്റെ 14-ാം അധ്യായത്തിൻ്റെ 22-ാമത് വാക്യം നമുക്കൊന്ന് വായിക്കാം. ഉടനെ യേശു താൻ പുരുഷാരത്തെ പറഞ്ഞയക്കുന്നതിനിടയിൽ ശിഷ്യന്മാർ പടകിൽ കയറി തനിക്ക് മുമ്പായി അക്കരയ്ക്ക് പോകുവാൻ അവരെ നിർബന്ധിച്ചു. അവൻ പുരുഷാരത്തെ പറഞ്ഞയച്ചിട്ട് പ്രാർത്ഥിപ്പാൻ തനിയെ മലയിൽ കയറിപ്പോയി. വൈകുന്നേരമായപ്പോൾ ഏകനായി അവിടെ ഇരുന്നു. പടകോ കരവിട്ട് പല നാഴിക ദൂരത്തായി. കാറ്റ് പ്രതികൂലമാകൊണ്ട് തിരകളാൽ വലഞ്ഞിരുന്നു. രാത്രിയിലെ 4-ാം യാമത്തിൽ അവൻ കടലിന്മേൽ നടന്ന് അവരുടെ അടുക്കൽ വന്നു. അവൻ കടലിന്മേൽ നടക്കുന്നത് കണ്ടിട്ട് ശിഷ്യന്മാർ ഭ്രമിച്ച് അത് ഒരു ഭൂതമെന്ന് പറഞ്ഞ് പേടിച്ച് നിലവിളിച്ചു. ഉടനെ യേശു അവരോട് ധൈര്യപ്പെടുവീൻ, ഞാനാകുന്നു, പേടിക്കേണ്ട എന്ന് പറഞ്ഞു. അതിന് പത്രോസ്, കർത്താവേ, നീ ആകുന്നുവെങ്കിൽ ഞാൻ വെള്ളത്തിൽ നിന്റെ അടുക്കൽ വരേണ്ടതിന് കൽപ്പിക്കണമേ എന്ന് പറഞ്ഞു. യേശു കർത്താവ് ശിഷ്യന്മാരെ അക്കരയ്ക്ക് പറഞ്ഞയക്കിയ വിദേശ കടലിലൂടെ ദൈവത്തിന്റെ വലിയ അത്ഭുത പ്രവർത്തികൾ കണ്ട് 5 അപ്പവും 2 മീനും കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച് യേശുവിൻ്റെ വാക്ക് അനുസരിച്ച് അത് വിളമ്പിക്കൊടുത്ത ശിഷ്യന്മാർക്ക് ഓരോ കുട്ട, അതായത് 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച് അവർ ഭക്ഷിച്ച് തൃപ്തിയായ ശേഷം 12 കൊട്ട യേശുവിന് അനുവർത്തികളായി തീർന്ന തന്റെ ശിഷ്യന്മാർക്ക് ഓരോ കൊട്ട അപ്പം അവർക്ക് ശേഷിപ്പിച്ച് അവരുടെ ഭവനങ്ങളിലേക്ക് കൊണ്ടുപോകുവാൻ കൊടുത്തവനായ ദൈവത്തിന്റെ അത്ഭുത പ്രവർത്തികൾ കണ്ടിട്ടും ഇപ്പോഴും അവർക്ക് യേശു ആരാണെന്ന്, ആമേൻ, സ്തോത്രം. പലപ്പോഴും ദൈവമക്കളെ നമ്മളും അങ്ങനെ, യേശു ആരാണെന്ന് യേശുവിനറിയാം. ഇവിടെ ഉള്ളിലിരിക്കുന്ന ചിന്താഗതികൾ ശിഷ്യന്മാർ കൂടെ നടക്കുന്നെങ്കിലും അവരുടെ വിശപ്പ് മാറി ഭൗതികമായ ചില നന്മ കൊടുക്കുന്ന ഏതോ ഭൗതിക ഫാക്ടറിയായിട്ട്, ഒരരിമില്ലായിട്ട്, സ്തോത്രം, യേശുവിനെ അവര് അറിയേണ്ടതുപോലെ അറിയുവാൻ കഴിഞ്ഞില്ല. എന്നാൽ ചില കാര്യം അവർ വ്യക്തമായി അറിയുവാനും മനസ്സിലാക്കുവാനും അവരെ പഠിപ്പിക്കുവാനും അവരുടെ ജീവിതത്തിനെതിരെ ചില കാറ്റുകളെ ദൈവം അയച്ചു. ദൈവത്തിന് സ്തോത്രം.
ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ചില പ്രതികൂലത്തിന്റെ കാറ്റുകൾ നിന്റെ കുടുംബത്തിന്റെ അകത്തളത്തിൽ, നിന്റെ ജീവിതത്തിൽ ഈ ദിവസങ്ങളിൽ അടിച്ചുയരുന്നത് ഒരിക്കലും നിന്നെ ഇല്ലായ്മ വരുത്തുവാനല്ല, ഒരിക്കലും നിന്നെ തകർത്ത് കളയുവാനല്ല. ചില ദൈവീക പദ്ധതികളെ, ചില ദൈവത്തിന്റെ പ്രവൃത്തിയെ നിന്നെ മനസ്സിലാക്കുവാൻ വേണ്ടിയാണ്, നീ മനസ്സിലാക്കുവാൻ വേണ്ടിയാണ് എന്നുള്ളത് ഇന്ന് പലക്കാലം മറന്നു പോകരുത്. ആമേൻ. നിന്റെ ജീവിതത്തിൽ ഇപ്പോൾ അടിച്ചുകൊണ്ടിരിക്കുന്ന ചില പ്രതികൂല കാറ്റുകൾ, ചില പ്രതിസന്ധിയുടെ കാറ്റുകൾ, ചില പ്രലോഭനങ്ങളുടെ കാറ്റുകൾ, പ്രൈസ് ദി ലോർഡ്, നിനക്ക് ഹല്ലേലൂയ പിടിച്ചു നിൽക്കുവാൻ കഴിയാതെ ഇന്ന് പലക്കാലം ഒരു കാര്യം ഓർത്തുകൊള്ളുക. കാറ്റ് വരുമ്പോൾ ഒരുപക്ഷെ നീ ഇളകും, നീ ആടും. എന്നാൽ നീ വിശ്വസിക്കുന്നവൻ, ആമേൻ, നീ ആരാധിക്കുന്നവൻ ആട്ടമില്ലാത്തവനാ, കുലുക്കമില്ലാത്തവനാ, ഇളകാത്തവനാ. ആമേൻ. കാറ്റടിക്കുമ്പോൾ ഒരുപക്ഷെ നിനക്കിളക്കമുണ്ടാകാം, എന്നാൽ നീ വിശ്വസിക്കുന്ന ദൈവം ഇളകാത്തവനാ, അവൻ മാറാത്തവനാ. ഹല്ലേലൂയ, അവൻ മറിയാത്ത ദൈവമാ. യഹോവയിൽ ആശ്രയിക്കുന്നവർ കുലുങ്ങാതെ എന്നേക്കും നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെ ആകുന്നുവെന്ന് സങ്കീർത്തനക്കാരൻ നമ്മെ ഓർപ്പിക്കുമ്പോൾ, ഹല്ലേലൂയ, 5 അപ്പം കൊണ്ട് 5000 പോഷിപ്പിച്ച ഓരോ കൊട്ട യേശുവിൻ്റെ വാക്കനുസരിച്ചവർക്ക് ദൈവം കൊടുത്ത പ്രതിഫലമാണ് ഓരോ കൊട്ട. ആമേൻ. പത്രോസും കൂട്ടരും ഒക്കെ ഈ കൊട്ടയായിട്ട്, ഈ ഒരു കൊട്ട അപ്പവുമായിട്ട് പോകുമ്പോൾ പലരും ചോദിക്കുന്നു, പത്രോസേ, ഇതെന്താണ് ഇതിന്റെ തലയിലിരിക്കുന്നത്? നാളിതുവരെ ഞാൻ കണ്ടിട്ടില്ലാത്തൊരു വലിയ പ്രതിഫലത്തിന്, വലിയ നന്മയുടെ ഒരു കൊട്ട നിന്റെ തലയിലിരിക്കുന്നല്ലോ എന്ന് ചോദിച്ചപ്പോൾ പത്രോസ് പറഞ്ഞ മറുപടി, ഇന്ന് ഞങ്ങൾ യേശുവിൻ്റെ പന്തിയിൽ വിളമ്പാൻ പോയി, യേശുവിൻ്റെ പന്തിയിൽ വിളമ്പിയപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയ പ്രതിഫലമായത്. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, യേശുവിന്റെ പന്തിയിൽ നിനക്ക് വിളമ്പുവാൻ, യേശുവിന് വേണ്ടി വിളമ്പുവാൻ, യേശുവിന് വേണ്ടി നിലകൊള്ളുവാൻ, അവൻ പറയുന്നത് അനുസരിപ്പാൻ നീ തയ്യാറായാൽ, പ്രൈസ് ദി ലോർഡ്, മഹത്വകരമായ ശ്രേഷ്ഠകരമായ പ്രതിഫലം നൽകുന്ന ദൈവമാ നിന്റെ ദൈവമെന്ന് ഇന്ന് പകൽക്കാലം നീ മറന്നു പോകരുത്. ഹല്ലേലൂയ. അത്ഭുതങ്ങളെ കണ്ടിറങ്ങിയ ശിഷ്യന്മാർ യേശു ആരാണെന്ന് വ്യക്തമായി മനസ്സിലാക്കാതെ, യേശുവിനറിയാം നമ്മുടെ ഹൃദയങ്ങളെയും ഇന്ദ്രിയങ്ങളെ നിരൂപണങ്ങളെയും ഒക്കെ ദൂരത്തെന്നറിയുന്നേ കർത്താവ്. സ്തോത്രം. ഇവിടെ നാം വായിച്ചല്ലോ, യേശുവിനെ കണ്ടപ്പോൾ, സ്തോത്രം, ശിഷ്യന്മാര് പറഞ്ഞത്, യേശു വെള്ളത്തിന്മീതെ നടന്നു വരുന്നത് കണ്ടപ്പോൾ അവര് പറഞ്ഞത് വരുന്നത് ഭൂതമാ. ആമേൻ. കൂടെ നടക്കുന്ന ശിഷ്യന്മാർക്ക് പോലും യേശുവിനെ കണ്ടിട്ട് മനസ്സിലാക്കുവാൻ കഴിഞ്ഞിട്ടില്ല. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ പൈതലേ, നീ മനസ്സിലാക്കേണ്ടവനെ മനസ്സിലാക്കി, നീ അറിയേണ്ടവനെ അറിയേണ്ടതുപോലെ അറിഞ്ഞ് ആരാധിക്കുവാൻ, അത് നീ വിശ്വസിക്കുവാൻ, നിന്റെ ജീവിതത്തിൽ ഈ ദിവസങ്ങളിൽ അലയടിക്കുന്ന കാറ്റുകളെന്ന് അറിഞ്ഞുകൊണ്ട് ഈ ദൈവത്തിൽ, ആമേൻ, പൂർണ്ണമായി വിശ്വസിക്കുവാൻ ദൈവാത്മാവ് ഇന്ന് പകൽക്കാലം നിങ്ങളെ ഓർപ്പിക്കുകയാ. ദൈവത്തിന് സ്തോത്രം. ശിഷ്യന്മാരെ അക്കരയ്ക്ക് പോകുവാൻ, ഹല്ലേലൂയ, പറഞ്ഞയച്ചിട്ട് യേശു മലമുകളിൽ കയറി പ്രാർത്ഥിക്കുമ്പോൾ, ഹല്ലേലൂയ, അവർ പടക, സ്തോത്രം, തുഴഞ്ഞ് അവർ അക്കരയ്ക്ക് പോകുവാൻ, ദൈവത്തിൻ്റെ പൈതലേ, നീ ആഗ്രഹിക്കുന്നത് പോലെ അക്കരയ്ക്ക് പോകുവാൻ കഴിയത്തില്ല കേട്ടോ. നീ നിരൂപിക്കുന്നത് പോലെ അക്കരയ്ക്ക് പോകുവാൻ കഴിയത്തില്ല. നീ ആഗ്രഹിക്കുന്ന തുറമുഖത്തെത്തണമെങ്കിൽ ചില പ്രതിസന്ധികളെ തരണം ചെയ്ത, ചില പ്രതികൂലങ്ങളെ തരണം ചെയ്തെങ്കിൽ മാത്രമേ ദൈവത്തിൻ്റെ പൈതലേ, നീ ആഗ്രഹിക്കുന്ന അളവിൽ നിനക്ക് എത്തിച്ചേരുവാൻ കഴിയത്തുള്ളൂ. ചില കൊടുങ്കാറ്റുകളെ, അതേ സ്തോത്രം, ചവിട്ടി മെതിച്ച് നിന്റെ കാൽ കീഴാക്കുവാൻ അധികാരമുള്ളവൻ നിന്നോട് കൂടെ ഉണ്ടെന്ന് നീ വ്യക്തമായി അറിയുവാനും മനസ്സിലാക്കുവാനുമാണ് ഈ ദിവസങ്ങൾ നിന്റെ നേരെ ചില കാറ്റുകൾ വരുന്ന ദൈവമക്കളെ നീ മനസ്സിലാക്കണം. ദൈവത്തിന് സ്തോത്രം. ശിഷ്യന്മാര് കടലിലൂടെ അവർ, അതേ സ്തോത്രം, തണ്ടു വലിച്ച് പടക് തൊഴിഞ്ഞ് മുൻപോട്ട് പോകുമ്പോൾ കാറ്റ് അവർക്ക് പ്രതികൂലമായി വന്നു. പ്രൈസ് ദി ലോർഡ്. ഈ ദിവസങ്ങൾ ദൈവത്തിൻ്റെ പൈതലേ, അനുകൂലമല്ലാത്ത ചില കാറ്റുകൾ നിന്റെ ജീവിതത്തിൽ അടിച്ചുകൊണ്ടിരിക്കുകയാ. കാറ്റ് നിനക്ക് പ്രതികൂലമാ. അല്ലെങ്കിൽ ഒരു വിധത്തിലും നിനക്ക് മുൻപോട്ട് പോകുവാൻ കഴിയാത്ത ജീവിത പ്രതിസന്ധിയുടെ നടുവിൽ നീ നട്ടം തിരികുന്ന അവസ്ഥ ഇന്ന് പകൽക്കാലം സർവശക്തൻ കാണുന്നുണ്ട്. ഓ, നിന്റെ പ്രതിസന്ധിയെ കാണുന്ന, നിന്റെ പ്രതികൂലങ്ങളെ കാണുന്ന, നിന്റെ പ്രയാസങ്ങളെ കാണുന്ന, നിന്റെ ബുദ്ധിമുട്ടുകളെ അറിയുന്ന, നിന്റെ ജീവിതത്തിലെ തടസ്സങ്ങളെ അറിയുന്ന കർത്താവ്
ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ അവൻ മലമുകളിൽ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാ. ദൈവത്തിന് സ്തോത്രം. അക്കരയ്ക്ക് പോകുവാൻ ഹല്ലേലൂയ ദൈവം പറഞ്ഞയച്ചിട്ട് അവൻ മലമുകളിൽ ഇരിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുവാൻ കഴിയാതെ ഞങ്ങളെ കാക്കുന്നവൻ, ഞങ്ങളെ ഹല്ലേലൂയ അതെ പറഞ്ഞയച്ചവൻ, ഓ ഞങ്ങളെ അറിയുന്ന ദൈവമാ എന്ന് മനസ്സിലാക്കുവാൻ കഴിയാതെ ഇവരുടെ സ്വയം പ്രയത്നത്തിലും പ്രവൃത്തിയിലും ഇവർ തണ്ട് വലിക്കുകയാ. നാം അവിടെ വായിക്കുന്നത് രാത്രിയുടെ ഹല്ലേലൂയ അത് അർദ്ധരാത്രിയിൽ, ഒരു രാത്രിക്ക് 4 യാമമാണ്. സന്ധ്യായാമം കഴിഞ്ഞോ ഹല്ലേലൂയ മധ്യാഹ്നയാമൻ, അർദ്ധരാത്രിയുടെ മധ്യാഹ്നയാമത്തുങ്കൽ അതേ കാറ്റ് അവരുടെ പടകിന് പ്രതികൂലമായി അടിക്കുവാനിടയായി തീർന്നു. ഇന്ന് പകൽക്കാലം ഓർത്തുകൊള്ളണം, യേശു പടകിലുണ്ടെങ്കിലും കാറ്റുണ്ട്, തിരമാലകളുണ്ട്. ആമേൻ. യേശു നിന്റെ കൂടെ ഉണ്ടെങ്കിലും, യേശു നിന്റെ പടകിലുണ്ടെങ്കിലും, യേശു നിന്നെ പറഞ്ഞയച്ചാലും ദൈവത്തിന്റെ പൈതലെ കാറ്റും പ്രതിസന്ധിയും പ്രതികൂലവും നിന്നോട് കൂടെയുണ്ട്. എന്നാൽ ഒരു കാര്യം ഓർത്തുകൊള്ളുക, യേശു കൂടെ ഉണ്ടെങ്കിൽ എത്ര കൊടുങ്കാറ്റടിച്ചാലും എത്ര തിരമാലകൾ ഉയർന്നാലും നിന്റെ പടക് തകരുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. ഇന്ന് പകൽക്കാലം കൊടുങ്കാറ്റുകളാൽ തിരമാലകളാൽ അല്ലെങ്കിൽ പടക അത് തകരുമാറായിരിക്കുന്ന ദൈവത്തിന്റെ പൈതലെ, ഇന്ന് പകൽക്കാലം നിനക്കെതിരെ ഉയരുന്ന കൊടുങ്കാറ്റുകളെ തിരമാലകളെ അമർച്ച ചെയ്യുവാൻ കഴിയുന്ന സർവശക്തൻ ഇന്ന് പകൽക്കാലം നിന്റെ കുടുംബത്തിന്റെ അകത്തളങ്ങളിൽ പ്രതിസന്ധിയുടെ നടുവിൽ നട്ടം തിരിഞ്ഞുകൊണ്ട് ഇന്ന് പകൽക്കാലം ഭാരപ്പെടുന്ന ദൈവത്തിന്റെ പൈതലെ, കൊടുങ്കാറ്റുകളുടെ തിരമാലകളുടെ കാറ്റുകളുടെ അതിശക്തമായ പ്രതിസന്ധിയിൽ ഇന്ന് പകൽക്കാലം ഭാരപ്പെട്ടുകൊണ്ട് അതേ ആയിരിക്കുന്ന ദൈവത്തിന്റെ പൈതലെ, നീ തണ്ട് വലിച്ച ഗ്ലോറി മുൻപോട്ട് പോകുവാൻ കഴിയാതെ, ഓ നീ തണ്ട് വലിച്ച് തുഴഞ്ഞ് കുഴഞ്ഞത്, അവർ തണ്ട് വലിച്ച് കുഴഞ്ഞത് തുഴഞ്ഞ് തളർന്നത്, ഓ എൻ്റെ കർത്താവ് മലമുകളിലിരുന്ന് കാണുകയാ. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പൈതലെ, നിന്റെ ജീവിതത്തിനെതിരെ ഉയർന്ന കാറ്റ്, ഓ നിന്റെ ദൈവത്തിലുള്ള വിശ്വാസത്തെ ഉറപ്പിക്കുവാൻ, ആമേൻ, കൊടുങ്കാറ്റുകൾ വന്നാലും തിരമാലകൾ വന്നാലും നിന്നെ കൈവിടാതെ കാക്കുന്ന ഒരു ദൈവമുണ്ട്. ആമേൻ, ഹല്ലേലൂയ. ഈ ദൈവം പ്രൈസ് ദി ലോർഡ്. പണ്ടൊരു ദൈവദാസൻ ഹല്ലേലൂയ തന്റെ ശുശ്രൂഷയൊക്കെ തികച്ച സ്വർഗത്തിൽ ചെല്ലുമ്പോൾ താൻ ഇങ്ങനെ ഒരു ദർശനം കണ്ടു. ഹല്ലേലൂയ തനത് കണ്ട ദർശനം ഇങ്ങനെയാണ്, താൻ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ഹല്ലേലൂയ ഈ ഭൂമിയിൽ ദൈവം തന്നെ നടത്തിയ കാര്യങ്ങൾ ദൈവം തന്നെ കാണിക്കുകയാണ്. അങ്ങനെ ദൈവം ഓരോ വഴിയിലൂടെ തന്നെ നടത്തുന്ന ഓരോ കാര്യങ്ങൾ താൻ തൻ്റെ ദൈവം സ്ക്രീനിൽ കാണിക്കുന്ന പോലെ കാണിക്കുമ്പോൾ, താൻ ദർശനം കാണുകയാണ്. കാണിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നു, ദൈവത്തിന് സ്തോത്രം. അനേക ഇടങ്ങളിലൂടെ ദൈവം അത് നടന്നു പോകുമ്പോൾ കൊടുങ്കാറ്റുകൾ, തിരമാലകൾ, പ്രയാസങ്ങൾ, പ്രതിസന്ധികളൊക്കെ വരുമ്പോൾ ദൈവം അവൻ്റെ കരത്തിന് പിടിച്ചിരിക്കുകയാണ്. അങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു വലിയ ചുഴി കണ്ടു, വലിയ കുഴി കണ്ടു. അവന് മുന്നോട്ട് പോകുവാൻ കഴിയാത്തൊരു കുഴി കണ്ടപ്പോൾ ഹല്ലേലൂയ, അവൻ കടന്നു പോകുമ്പോൾ 4 കാൽപ്പാടുകൾ അതുവരെയും ആ കടന്നു പോകുന്ന ഓരോ സ്ഥലത്തും ഉണ്ടായിരുന്നു. അവൻ ചോദിച്ചു, ദൈവമേ ഈ 4 കാൽപ്പാട് ആരുടെയാണ്? ഈ വഴിയിലൂടെ നടന്നപ്പോൾ ദൈവം പറഞ്ഞു, നിന്നോട് കൂടെ നിന്റെ കരം പിടിച്ച് ഞാൻ നിന്നോട് കൂടെ നടന്ന കാൽപ്പാടുകളാണ് മകനെ ഈ കാണുന്നത്. ഒരു വലിയ പ്രതിസന്ധിയുടെ നടുവിൽ വന്നപ്പോൾ, ഒരു വലിയ ചുഴിയുടെ അരികിൽ വന്നപ്പോൾ അവൻ നോക്കുമ്പോൾ അവിടെ അവൻ്റെ 2 കാൽപ്പാടുകൾ മാത്രമേ കണ്ടുള്ളൂ. അവൻ ദൈവത്തോട് ചോദിച്ചു, ദൈവമേ ഈ പ്രതിസന്ധി വന്നപ്പോൾ, ഈ ചുഴി വന്നപ്പോൾ, ഹല്ലേലൂയ ഈ പ്രയാസം വന്നപ്പോൾ, എനിക്ക് അക്കരെ കടക്കുവാൻ വഴിയാത്ത വിഷയം വന്നപ്പോൾ നീ എന്നെ കൈവിട്ടല്ലോ. ഇവിടെ കാണുന്ന 2 കാൽപ്പാടുകൾ എൻ്റെ കാൽപ്പാടുകൾ മാത്രമാണല്ലോ, നീ എന്തുകൊണ്ട് എന്നെ കൈവിട്ടു എന്ന് ചോദിച്ചപ്പോൾ ദൈവം പറഞ്ഞു, മകനെ ഞാൻ ഒരിക്കലും നിന്നെ കൈവിട്ടിട്ടില്ല. നിനക്ക് ഹല്ലേലൂയ മറുകര കടക്കുവാൻ കഴിയാത്ത പ്രതിസന്ധി വന്നപ്പോൾ, ആ ചുഴി വന്നപ്പോൾ, ആ തിരമാലകൾ ഓളങ്ങൾ വന്നപ്പോൾ അവിടെ കണ്ട കാൽപ്പാടുകൾ മകനെ അത് നിന്റെയല്ല, അതെന്റെ കാൽപ്പാടുകളാണ്. അവിടെ ഞാൻ നിന്നെ എൻ്റെ ഉള്ളങ്കയിൽ വഹിക്കുകയായിരുന്നു. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, നിന്റെ പ്രതിസന്ധികൾ കണ്ട, നിന്റെ പ്രയാസങ്ങൾ കണ്ട, നിന്റെ ഭാരങ്ങൾ കണ്ട, നിന്നെ വിട്ടകന്നിരിക്കുന്ന ദൈവമല്ല, നീ സേവിക്കുന്ന ദൈവമെന്ന്
ഇന്ന് പകൽക്കാലം നീ ഓർത്തുകൊള്ളുക. ഹല്ലേലൂയ. ശിഷ്യന്മാർ തണ്ട് വലിച്ച് കൊടുങ്കാറ്റുകൾ, തിരമാലകൾ, കാറ്റുകൾ അവരുടെ പടകിനെ തകർക്കുമാർ ഉയർന്നു വന്നപ്പോൾ അവർ തളർന്നുപോയി. അവരുടെ എല്ലാ പ്രതീക്ഷകളും, അവരുടെ എല്ലാ പ്രയത്നങ്ങളും, അവരുടെ എല്ലാ അധ്വാനങ്ങളും നിരാശയുടെ അനുഭവത്തിലാക്കി. ഇനി ഒരു ഇഞ്ച് പോലും തുഴയുവാൻ കഴിയാതെ, ഒരു ഇഞ്ച് പോലും തുഴയുവാൻ കഴിയാതെ അവർ തണ്ട് തുഴഞ്ഞ് കുഴഞ്ഞ് തളർന്നു. ഇനിയും അവർക്ക് നിലനിൽക്കുവാൻ കഴിയാത്ത പ്രതിസന്ധി വന്നു. ഗ്ലോറി, ഹല്ലേലൂയ. അവർ തണ്ട് വലിച്ച് തകർന്ന് കുഴഞ്ഞു മുങ്ങുമാറായി. പ്രൈസ് ദി ലോർഡ്. നോക്കണമേ, 1-ാമോ 2-ാമോ അർദ്ധയാമോ കഴിഞ്ഞു 4-ാമത്തിൽ പ്രഭാതയാമത്തിൽ ഹല്ലേലൂയ തന്റെ ശിഷ്യന്മാർ അക്കരയ്ക്ക് പോകുവാൻ യേശു പറഞ്ഞയച്ചതാ. എന്നാൽ ആ പറഞ്ഞയച്ച യേശു അവർ നടുക്കടലിൽ തകർന്നു പോകുവാൻ, അവർ നടുക്കടലിൽ മുങ്ങിപ്പോകുവാൻ അനുവദിക്കുന്ന ദൈവമല്ല. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നുവെങ്കിൽ, ദൈവത്തിന് വേണ്ടി നീ ഇറങ്ങി പുറപ്പെട്ടുവെങ്കിൽ, ദൈവനാമത്തിനു വേണ്ടി നിലനിൽക്കുന്നുവെങ്കിൽ, നിന്നെ തകർന്നു പോകുവാൻ, നീ നശിച്ചു പോകുവാൻ, നീ ഉടഞ്ഞു പോകുവാൻ എന്റെ ദൈവം അനുവദിക്കുന്ന ദൈവമല്ല. നിന്റെ തകർച്ച കണ്ട് മാറിയിരുന്ന് സന്തോഷിക്കുന്ന ഒരു ദൈവമല്ല. നിന്റെ തകർച്ചയുടെ നടുവിൽ നിന്നെ തേടി വരുന്ന, നിന്നെ അന്വേഷിച്ച് വരുന്ന, നിന്നെ കരം പിടിച്ച് വിടിവിക്കുന്ന ഒരു ദൈവമാ നീ സേവിക്കുന്ന ദൈവം. ഇന്ന് പലക്കലും കുടുംബത്തിന്റെ തകർച്ച കണ്ട് നിനക്ക് പരിഹരിക്കുവാൻ കഴിയാതെ, നിന്റെ ജീവിത പ്രശ്ന നടുവിൽ നീ കുഴഞ്ഞ് തകർന്നിരിക്കുന്ന അവസ്ഥ കണ്ട ഇന്ന് പലക്കലും നിന്റെ കുടുംബത്തിന്റെ അകത്തളങ്ങളിൽ, നിന്റെ ഭവനത്തിലേക്ക് ഇറങ്ങി വന്ന് നിന്നെ വിടിവിപ്പാൻ കഴിയുന്ന ഒരു ദൈവമാ നിന്റെ ദൈവം. എന്ന് പലക്കാലം ഓർത്തുകൊള്ളുക. അവർ തണ്ട് വലിച്ച് തളർന്ന് കുഴഞ്ഞത് അവൻ കണ്ടിട്ട് രാത്രിയുള്ള 4-ാമത്തിൽ എന്റെ കർത്താവ് കടലും ഇതേ നടന്നു വരികയാണ്. ഗ്ലോറി, ഹല്ലേലൂയ. ഇന്ന് പലക്കാലം ഓർത്തുകൊള്ളുക. നിനക്കെതിരെ ഉയർന്നു വരുന്ന തിരമാലകളെ തന്റെ കാൽ കീഴ് ചാവിട്ടി മെതിഹോ വിശ്വസിക്ക. നിന്റെ ജീവിതത്തിനെതിരെ ഉയർന്നുകൊണ്ടിരിക്കുന്ന തിരമാലകളെ, ആ കൊടുങ്കാറ്റുകളെ ഇന്ന് മാലിക്കല തന്റെ കാൽ കീഴ് ചവിട്ടി മെതിച്ചുകൊണ്ട്, അതിന്റെ കാൽ കീഴ് അമർത്തിക്കൊണ്ട് ഇന്ന് മാലിക്കല ദൈവത്തിന്റെ പൈതലെ നിനക്ക് വിടുതൽ തരുവാൻ എന്റെ കർത്താവിത നിന്റെ ഭവനത്തിന്റെ അകത്തളത്തിൽ ഇറങ്ങി വരികയാ. വിശ്വസിക്കുവാൻ കഴിയുമോ? ഇന്ന് മാലിക്കലിന്റെ പ്രതിസന്ധികൾ മാറുവാൻ പോകുക. നിന്നെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ഒരു വേട്ടക്കാരനെ പോലെ നിന്നെ വേട്ടയാടി നിനക്കെതിരെ പൊരുതിക്കൊണ്ടിരിക്കുന്ന ചില പോരാട്ടങ്ങളെ, ചില പ്രതിസന്ധികളെ, ചില പ്രതികൂലങ്ങൾ നിന്നെ തകർക്കുവാൻ തക്കവണ്ണം, നിന്നെ മുടിക്കുവാൻ തക്കവണ്ണം, നിന്നെ ഇല്ലായ്മ വരുത്തുവാൻ തക്കവണ്ണം ചില പർവ്വത സമമായ പ്രശ്നങ്ങൾ നിനക്കെതിരെ ഉയർന്നു നിൽക്കുമ്പോൾ ഇന്ന് വാൽക്കലം അതിനെ ചവിട്ടി എന്റെ കർത്താവിന്റെ കാൽ കീഴാക്കിക്കൊണ്ട് കൊടുങ്കാറ്റുകളെ, തിരമാലകളെ ശാന്തമാക്കുവാൻ കഴിയുന്ന കർത്താവ്. ആമേൻ. ദൈവത്തിന്റെ വചനം പഠിക്കുമ്പോൾ നമുക്കവിടെ കാണുവാൻ കഴിയുന്ന ദൈവത്തിന് സ്തോത്രം. എല്ലാ പ്രതീക്ഷകളും അസ്തമിക്കുമ്പോൾ നമ്മുടെ അരികിൽ വരുന്നൊരു കർത്താവ്. ഹല്ലേലൂയ. നമുക്കെതിരെ നിൽക്കുന്ന തിരമാലകളെ ഹല്ലേലൂയ തകർത്തെറിയുന്ന ഒരു കർത്താവ്. നമുക്കെതിരെ ഉയർന്നു വരുന്ന സകല പ്രതിസന്ധികളെയും തന്റെ കാൽ കീഴാക്കുന്ന ഒരു ദൈവം. അതേ സ്തോത്രം. ദൈവത്തിന്റെ വഴി വിട്ടുപോയ, ദൈവത്തിന്റെ കൽപ്പന അനുസരിക്കാതെ ദൈവം ഹല്ലേലൂയ നിനവേലേക്ക് പോകുവാൻ പറഞ്ഞപ്പോൾ തർസീസിലേക്ക് പോയ നോഹ സഞ്ചരിച്ച അതേ പടകിനെതിരെ, കപ്പലിനെതിരെ ഒരു കൊടുങ്കാറ്റയച്ച് അരുതാത്ത വഴിയിലൂടെ, ആകാത്ത വഴിയിലൂടെ ദൈവത്തിന്റെ കൽപ്പന അനുസരിക്കാതെ, ദൈവത്തിന്റെ ആജ്ഞ അനുസരിക്കുവാൻ കഴിയാതെ, ദൈവത്തിന്റെ കൽപ്പനയെ, ദൈവത്തിന്റെ ആലോചന തിരസ്കരിച്ചു കൊണ്ടുപോയ നോയെ നേർവഴി നടത്തുവാൻ ദൈവം അന്ന് രാത്രിയിൽ ഒരു കൊടുങ്കാറ്റ് നോഹ സഞ്ചരിച്ച കപ്പലിന് നേരെ അടിച്ചു എങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പൈതലേ, നിനക്കെതിരെ വരുന്ന കാറ്റുകൾ നോക്കണമേ. യേശു കർത്താവ് അവർക്കെതിരെ ഉയർന്നു വന്ന സകല തിരമാലകളെയും തന്റെ കാൽ കീഴാക്കിക്കൊണ്ട്, കൊടുങ്കാറ്റിനെ ശാന്തമാക്കിക്കൊണ്ട്, സകല പ്രതികൂലങ്ങളെയും കീറി മുറിച്ചുകൊണ്ട് എന്റെ കർത്താവിന്റെ പടകിന് നേരെ ചെന്നിട്ട് അവരോട് പറയാ, ഭയപ്പെടേണ്ട,
ഭയപ്പെടേണ്ട. നിങ്ങൾ എന്തിനാ ഇങ്ങനെ ഭീരുക്കളാകണ്ടേ? ഇന്ന് പകൽക്കാലം എന്തെങ്കിലും കാര്യങ്ങളെ കുറിച്ച് ഭയപ്പെട്ടുകൊണ്ട് നിരാശപ്പെട്ടുകൊണ്ട് വ്യാകുലപ്പെട്ടുകൊണ്ട് ആയിരിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ഉടവന ഗതുര റീവൽ ഗടവന ഗതുരവന ബൗഷാന ബാബാ റീഗൽ ഗടവന ഗതുര. ഓ ഭയപ്പെടേണ്ട. ഓ ശിഷ്യന്മാർക്ക് യേശുവിനെ മനസ്സിലാക്കുവാൻ കഴിഞ്ഞില്ല. യേശു വരുന്നത് കണ്ടപ്പോൾ അവർ വിചാരിച്ചു ഭൂതമാണെന്ന്. യേശു പറഞ്ഞു, ഭൂതമല്ല കുഞ്ഞുങ്ങളെ. യേശുവിനെ അറിയേണ്ടവർ അറിയുവാനും മനസ്സിലാക്കുവാനും നിന്റെ വിശ്വാസത്തെ ഉറപ്പിക്കുവാനും നിന്റെ ജീവിതത്തിനെതിരെ ഉയരുന്ന ചില കൊടുങ്കാറ്റുകളെന്ന് ചില കാറ്റുകളെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇന്ന് പാലക്കാലം നിന്നെ തകർക്കുവാൻ, നിന്റെ തലമുറയെ നശിപ്പിക്കുവാൻ, നിന്റെ ജീവിത മണ്ഡലങ്ങളെ ഇല്ലായ്മ വരുത്തുവാൻ നിനക്കെതിരെ ഉയർന്നു വരുന്ന തിരമാലകളെ, കൊടുങ്കാറ്റുകളെ ഇന്ന് പാലക്കാലം ശാന്തമാക്കി അവർ ആഗ്രഹിച്ച തുറമുഖത്ത് അവരെ കൊണ്ടെത്തിക്കുന്ന ദൈവം, നീ ആഗ്രഹിക്കുന്ന നിലവാരങ്ങളിൽ, നീ ആഗ്രഹിക്കുന്ന നിലകളിൽ നിന്നെ കൊണ്ടെത്തിക്കുവാൻ കഴിയുന്ന ഒരു ദൈവം, വിശ്വസിക്കുന്ന ദൈവമക്കൾ, വലിയ ദൈവ സാന്നിധ്യം എൻ്റെ ജീവിതത്തിൽ നിന്ന് പാലക്കാലം സൂക്ഷിക്കാൻ അനുഭവിച്ചറിയുക. നീ ആഗ്രഹിക്കുന്ന നിലവാരത്തിലേക്ക് നിനക്കെത്തുവാൻ കഴിയാതെ, നീ ആഗ്രഹിക്കുന്ന ഉയർച്ചയിലേക്ക് നിനക്കെത്തുവാൻ കഴിയാതെ, നീ ആഗ്രഹിക്കുന്ന നിലവാരത്തിൽ തലമുറയെ കൊണ്ടെത്തിക്കുവാൻ കഴിയാതെ, അവരുടെ ഭാവിയെ അതെ കാണുവാൻ കഴിയാതെ ഇന്ന് പാലക്കാലം ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്നുവെങ്കിൽ, തലമുറ ആഗ്രഹിക്കുന്ന നിലവാരത്തിലേക്ക് എത്തിക്കുവാൻ കഴിയാതെ, ആഗ്രഹിക്കുന്ന നിലവാരത്തിലേക്ക് ഉയരുവാൻ കഴിയാതെ, ഭൗതിക മണ്ഡലങ്ങളിൽ, ആത്മീയ മണ്ഡലങ്ങളിൽ, ശാരീരിക മണ്ഡലങ്ങളിൽ നിരാശപ്പെട്ടുകൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ പൈതലെ, നീ ആഗ്രഹിക്കുന്ന നിലവാരങ്ങളിൽ, നീ ആഗ്രഹിക്കുന്ന തുറമുഖത്ത് നിന്നെ കൊണ്ടെത്തിക്കുന്ന ഒരു ദൈവം, നീ എന്റെ ദൈവമാ. ഈ ദൈവം നിന്നെ ഹല്ലേലൂയ അവൻ ആഗ്രഹിച്ച തുറമുഖത്ത്, അവർ ആഗ്രഹിച്ച തുറമുഖത്ത് നിന്നെ കൊണ്ടെത്തിക്കും. ഈ ദിവസങ്ങളിൽ നീ ആഗ്രഹിക്കുന്ന നിലവാരത്തിലേക്ക് നിന്റെ ജീവിത സാഹചര്യങ്ങളെ, നിന്റെ കുടുംബത്തിന്റെ എല്ലാ അവസ്ഥകളെയും, നിന്റെ തലമുറയുടെ എല്ലാ അവസ്ഥകളെയും, അവരുടെ വിവാഹ സംബന്ധമായ, അവരുടെ ഭാവി സംബന്ധമായ, വിദ്യാഭ്യാസ സംബന്ധമായ നിന്റെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും എന്റെ കർത്താവ് ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ തൊടുവാൻ പോകുകയാണ്. പ്രതിസന്ധികളെ അവൻ അമർ ചെയ്യുവാൻ പോകുകയാണ്. പ്രതികൂലങ്ങളെ അവൻ ശാസിക്കാൻ പോകുകയാണ്. നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. പ്രതിസന്ധികൾ മാറട്ടെ. പ്രതികൂലങ്ങൾ നട്ടം തിരിക്കുന്ന, പ്രയാസങ്ങളിൽ ഭാരപ്പെടുന്ന കൊടുങ്കാറ്റുകൾ, തിരമാലകളിൽ കുടുംബത്തിന്റെ അവസ്ഥകൾ ആടി ഉലഞ്ഞ ഓരോ നിലയിലും മുൻപോട്ട് പോകുവാൻ കഴിയാതെ ആയിരിക്കുന്ന ദൈവത്തിന്റെ പൈതലെ, യേശു നാമത്തിൽ പ്രതിസന്ധികൾ മാറി വിശ്വസിക്കുക. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുക. ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കുവാൻ പോകുകയാണ്. പ്രതിസന്ധികൾ മാറട്ടെ, പ്രതികൂലങ്ങൾ മാറട്ടെ, ഭാരങ്ങൾ മാറട്ടെ, വേദന മാറട്ടെ. സകല കൊടുങ്കാറ്റുകളും തിരമാലകളും ശാന്തമാകട്ടെ. രോഗങ്ങൾ മാറട്ടെ. നിന്റെ നാമത്തിൽ രോഗികളായി ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. കർത്താവെ, നടുവിന് വേദന മാറട്ടെ, തലയുടെ വേദനകൾ മാറട്ടെ, ക്യാൻസറിന്റെ രോഗങ്ങൾ മാറട്ടെ. കർത്താവെ, ബ്ലോക്കുകൾ അത് ഇപ്പോൾക്കാലം പൂർണ്ണമായി നീങ്ങിപ്പോകട്ടെ യേശുക്രിസ്തുവിൻ നാമത്തിൽ. നിന്റെ നാമത്തിൽ ജനത്തെ അനുഗ്രഹിക്കുന്നു. അത്ഭുതവിടൽ വ്യാപരിക്കട്ടെ. കടഭാരങ്ങൾ മാറട്ടെ. തലമുറകൾക്ക് വേണ്ടി വഴികൾ തുറക്കട്ടെ. വിദ്യാഭ്യാസ വിവാഹങ്ങൾ നടക്കട്ടെ. കടഭാരങ്ങൾ മാറട്ടെ. യേശുക്രിസ്തുവിൻ നാമത്തിൽ ജനത്തെ ഞാൻ അനുഗ്രഹിക്കുന്നു. ഒരു വലിയ ദൈവ പ്രവൃത്തി നിന്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ സ്വർഗമിടയാക്കണം. നീ അത്ഭുതം പ്രവർത്തിക്കണം. നിന്റെ നാമത്തിൽ ജനത്തെ അനുഗ്രഹിക്കുന്നു യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരായി തീർന്നിരിക്കുകയാണ്. വലിയ ദൈവത്തിൻ്റെ പ്രവൃത്തിയിൽ പ്രതിസന്ധികൾ മാറ്റി ദൈവം നിങ്ങളെ വിടുവിച്ചിരിക്കുന്നു. നിശ്ചയമായും ഞങ്ങളെ വിളിച്ചറിയിക്കണമേ. ഈ പ്രോഗ്രാമിൽ നിങ്ങളുടെ സഹായങ്ങൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. എപ്പിസോഡുകൾ സ്പോൺസർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന പ്രിയമുള്ള ദയവായി ഈ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ഞങ്ങളുമായി ബന്ധപ്പെടുക. ദൈവം നിങ്ങളെയും നിങ്ങളുടെ തലമുറയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. വീണ്ടും നമുക്ക് കാണാം. ദൈവം നിങ്ങളെ ഓരോരുത്തരും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.